അങ്ങനെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ആ 60 ദിവസത്തെ ഡെഡ് ലൈൻ അവസാനിച്ചു. ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനം, അമേരിക്കയും ഇറാനും തമ്മിലുള്ള ജൂൺ 17 കരാർ. എല്ലാവരും കരുതിയത് ഈ ഓഗസ്റ്റ് 17 സമാധാനം വരും, അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊരു തീരുമാനമാകും എന്നാണ്. പക്ഷേ റിസൾട്ട് എന്താണ്? ഡെഡ് ലോക്ക്. യുദ്ധം തീർന്നിട്ടില്ല. വാഷിംഗ്ടണും ടെഹ്റാനും ഇപ്പോഴും പഴയതുപോലെ തന്നെ കൊമ്പ് കോർക്കുകയാണ്. ട്രംപ് പറഞ്ഞ ഡെഡ് ലൈൻ വെറും വാക്കായി മാത്രം മാറിയെന്നല്ലാതെ ഗ്രൗണ്ടിൽ ഒരു മാറ്റവുമില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ട്രംപിന്റെ പ്ലാൻ പാളിയതാണോ? ഇറാൻ എന്താണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്? സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലെ പ്രശ്നങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? പരിശോധിക്കാം. ആദ്യം തന്നെ കാര്യം വ്യക്തമാക്കാം. ജൂൺ 17 അമേരിക്കയും ഇറാനും തമ്മിൽ 60 ദിവസത്തെ ഒരു താൽക്കാലിക ആശ്വാസ കരാറിൽ ഒപ്പിടുന്നത്. 2 മാസത്തിനുള്ളിൽ 3 പ്രധാന കാര്യങ്ങളിൽ തീരുമാനത്തിൽ എത്തണമെന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഒന്നാമതായിട്ട് ഈ ഒരു യുദ്ധത്തിനൊരു സ്ഥിരമായ വിരാമമിടുക. രണ്ടാമതായി ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്മേൽ കർശനമായ നിയന്ത്രണം കൊണ്ടുവരിക. മൂന്നാമതായിട്ട് ആഗോള എണ്ണക്കടത്തിന്റെ ജീവനാഡിയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായും തുറന്നു നൽകുക. ഈ ഓഗസ്റ്റ് 17 എത്തുമ്പോൾ ഈ 3 കാര്യങ്ങളിലും തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇപ്പോൾ ദിവസം വന്നു ചേർന്നു. കരാർ നീട്ടാനോ സമാധാനപരമായ ഒരു എഗ്രിമെന്റിൽ എത്താനോ ഒന്നും ഇരു വിഭാഗത്തിനും സാധിച്ചിട്ടില്ല. അത്രമാത്രം ഭിന്നതയിലാണ് 2 രാജ്യങ്ങളും. എന്തുകൊണ്ടാണ് 60 ദിവസം ഉണ്ടായിട്ടും ഇതൊരു വിജയത്തിലെത്താതിരുന്നത്? കാര്യം സിമ്പിളാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. ഇതാണ് ഇരു കൂട്ടരുടെയും നിലപാട്. അങ്ങോട്ടുമില്ല, ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ബ്ലോക്കേഡ് ഉണ്ട്. ഇറാൻ പറയുന്നത് തങ്ങൾക്ക് മേലുള്ള സാമ്പത്തിക ഉപരോധം പൂർണ്ണമായും പിൻവലിക്കുകയും ഫ്രീസ് ചെയ്ത സകല അസറ്റുകളും വിട്ടു നൽകുകയും ചെയ്താലേ ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായി അനുവദിക്കൂ എന്നാണ്. എന്നാൽ അമേരിക്ക പറയുന്നത് ആദ്യം ഇറാൻ ബ്ലോക്കേഡ് മാറ്റട്ടെ, എന്നിട്ടാകാം ഉപരോധം മാറ്റുന്നത് എന്നാണ്. അപ്പോൾ ആരാണ് ആദ്യം വിട്ടുവീഴ്ച ചെയ്യുക എന്നതിൽ തർക്കം തുടരുന്നു. ഇനി ന്യൂക്ലിയർ ഡീൽ നോക്കുമ്പോൾ ഇറാന്റെ ആണവ നിലയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പേപ്പറിൽ മാത്രം ഒതുങ്ങുകയാണ്. പ്രാക്ടിക്കലായിട്ട് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇനി ഇറാന്റെ പുതിയ നിലപാട് നോക്കുമ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി അടുത്തിടെ ഒരു കാര്യം വ്യക്തമാക്കി. ഇതൊരു താൽക്കാലിക വെടിനിർത്തലല്ല, യുദ്ധത്തിന്റെ മറ്റൊരു പുതിയ ഘട്ടമാണ്. അവർ ട്രംപിന്റെ 60 ദിന ഡെഡ് ലൈന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. ഇതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ പുതിയൊരു പ്ലാൻ വെളിപ്പെടുത്തിയത്. ട്രംപ് പറയുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അമേരിക്കയുടെ ടെറിട്ടറിയായി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നാണ്. അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ വാട്ടർവേസിൽ ഒന്നിനെ മുൻപിൻ നോക്കാതെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു. എന്നാൽ ഇത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ വൈറ്റ് ഹൗസ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിച്ചാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ജൂലൈ അവസാനത്തിന് ശേഷം പരസ്യമായ മിസൈൽ ആക്രമണങ്ങൾ കുറവാണെങ്കിലും സൈനിക തലത്തിലല്ല, ഗെയിം ഓഫ് എൻഡ്യൂറൻസ് അഥവാ സാമ്പത്തികമായും രാഷ്ട്രീയമായും ആര് കൂടുതൽ കാലം പിടിച്ചു നിൽക്കുമെന്ന മത്സരത്തിലാണ് ഇരു രാജ്യങ്ങളും. അമേരിക്ക വീണ്ടും ഓയിൽ സാങ്ഷൻസും നാവിക ഉപരോധവും കടുപ്പിക്കുമ്പോൾ ഇറാൻ എണ്ണക്കടത്ത് തടസ്സപ്പെടുത്തി ആഗോള എണ്ണ വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് വെച്ച 60 ദിവസത്തെ ആ വലിയ ഡെഡ് ലൈൻ കഴിഞ്ഞു. പക്ഷേ യുദ്ധം അവസാനിച്ചതുമില്ല. ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അമേരിക്ക ഇക്കണോമിക് പ്രഷർ കൂടുതൽ ശക്തമാക്കും. അപ്പോൾ ഇറാൻ അതിന് മറുപടിയായിട്ട് ഹോർമുസിലോ മറ്റു പ്രധാന റീജിയൻസിലോ പ്രഷർ കൂട്ടിയാൽ സിറ്റുവേഷൻ വീണ്ടും ഒരു മിലിറ്ററി എസ്കലേഷനിലേക്ക് പോകാം. ഇനിയും ഒരു സാധ്യതയുണ്ട്. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നൈദർ വാർ നോ പീസ് സിറ്റുവേഷൻ, യുദ്ധവുമില്ല എന്നാൽ സമാധാനവുമില്ല, അങ്ങനെ തന്നെ നീണ്ടു നിൽക്കും. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ സാമ്പത്തിക ഉപരോധങ്ങളും തർക്കങ്ങളും വീണ്ടും ഒരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴി മാറുമോ? അതോ പശ്ചിമേഷ്യയിൽ എണ്ണവില വർധനവ് വഴി പുതിയൊരു ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആരാണ് ആദ്യം തളരുക? ആ ഉത്തരമാണ് ഇനി മിഡിൽ ഈസ്റ്റിന്റെ അടുത്ത അധ്യായം തീരുമാനിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.